السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. അടുത്ത 39ാമത്തെ കിതാബാണ് കിതാബുൽ കഫാല. കഫാല എന്ന് പറഞ്ഞാൽ ഒരു കടക്കാരന് വേണ്ടി ജാമ്യം നിൽക്കുന്നതാണ്. അയാൾ തരും, അയാൾക്ക് സമയം കൊടുക്കണം, ഞാൻ അതിന് ഗ്യാരണ്ടിയാണ് എന്ന് പറഞ്ഞ് മൂന്നാമൻ ഇടയ്ക്ക് നിൽക്കുന്നതിനെയാണ് കഫാല എന്ന് പറയുന്നത്. അതിന് പ്രത്യേക ഒരു സമയം വെച്ചിട്ടുണ്ടാവും, ഇത്ര ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഇത്ര മാസത്തിനുള്ളിൽ ഇന്ന സമയത്ത് തന്നേക്കാമെന്നും, അതല്ലെങ്കിൽ അവന് പകരമായി അതിന് തത്തുല്യമായ ശിക്ഷ ഞാൻ ഏറ്റുകൊള്ളാമെന്നും ആ ബാധ്യത മുഴുവൻ എന്നും ഒക്കെ പറയുന്നത്. അതായത് നമ്മുടെ ബാങ്കിലൊക്കെ ലോൺ എടുക്കുമ്പോൾ ഗ്യാരണ്ടി എടുക്കുന്നു. ബാങ്കിൽ ലോൺ എടുക്കാവോ എന്നല്ല പറഞ്ഞു വരുന്നത്, ബാങ്കിൽ ലോൺ എടുക്കാൻ പാടില്ല. പക്ഷേ നമ്മളെന്ത് കാര്യത്തിനും ഇപ്പോൾ അതല്ലെങ്കിൽ ഒരാളോട് പൈസ കടം മേടിക്കുകയാണെങ്കിലും ഒരു മൂന്നാമൻ ഇടനിലക്കാരൻ അല്ലെങ്കിൽ ഉറപ്പിന് വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യുന്ന കാര്യമാണ് സംസാരിക്കുന്നത്. അപ്പോൾ അയാൾ ഇടയ്ക്ക് നിൽക്കുന്നത് അയാളുടെ സ്വയം ശരീരത്തെ കൊണ്ടോ അല്ലെങ്കിൽ അയാളുടെ സമ്പത്തിനെ കൊണ്ടോ ആണ് ഗ്യാരണ്ടി കൊടുക്കുന്നത്. അൽ കഫാലത്തി ഫിൽ ഖർദി വദ്ദുയൂനി ബിൽ അബ്ദാനി വഗൈരിഹ. മുഹമ്മദ് ബിൻ അംർ ബിൻ അസ്ലമി വിശദീകരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ പിതാവ് ഹംസ പറഞ്ഞതായിട്ട്. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനെ അയച്ചു, അതായത് ഹംസയെ സദക്ക അല്ലെങ്കിൽ സക്കാത്ത് കളക്ടറായിട്ടാണ് അയച്ചത്. അതായത് ഓരോ ദേശങ്ങളിൽ പോയിട്ട് അവിടെ നിന്നുള്ള ആളുകളുടെ സക്കാത്തിൻ്റെ പൈസ കണക്കൊക്കെ കൂട്ടി കൃത്യമാക്കി മൃഗങ്ങളെയും കൃഷി സാധനങ്ങളെയും പൈസയൊക്കെ വിലയായിട്ട് അതിനുള്ള സക്കാത്ത് പിരിച്ചുകൊണ്ട് വരുന്ന ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ. ഇപ്പം നമ്മുടെയൊക്കെ ആണെങ്കിൽ വില്ലേജ് ഓഫീസർ അല്ലെങ്കിൽ താലൂക്ക് ഓഫീസർ, കളക്ടർ എന്നൊക്കെ പറയുന്നത്. കളക്ടർ എന്ന് പറഞ്ഞാൽ തന്നെയും അത് ശേഖരിക്കുന്നവൻ എന്നാണ് അർത്ഥം. അപ്പോൾ അതുപോലത്തെ ഒരു ജോലിയാണ് അന്നത്തെ ഇസ്ലാമിക രാഷ്ട്രത്തിലെ ഗവൺമെൻറ് ജോലിക്കാരൻ. ഒരു മനുഷ്യൻ വിവാഹേതര ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അടിമ പെൺകുട്ടിയുമായിട്ട്. ഹംസ അതിൻ്റെ ഗ്യാരണ്ടറായിട്ട് നിന്നു. അതായത് ഈ ആളുടെ ഉത്തരവാദിത്തം ഓടിപ്പോകില്ലെന്നോ അല്ലെങ്കിൽ അയാളെ വിട്ടുപോകില്ല എന്നൊക്കെ ഉള്ളതിൻ്റെ ഗ്യാരണ്ടി ഹംസ ആയിരുന്നു എടുത്തത്. കുറ്റം ചെയ്ത ആളുടെ ആ ആള് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് എത്തുന്നത് വരെ. അപ്പോൾ ഒരു കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് വരുന്നത് പോലെ. അപ്പോൾ കസ്റ്റഡിയിൽ ഒരാളെ കൊണ്ടുപോകുമ്പോൾ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പോലീസുകാരന് നിയമപരമായ ശിക്ഷയൊക്കെ ഉണ്ട്. അതുപോലത്തെ ഒരു അവസ്ഥ. ഉമർ ആ സിന ചെയ്ത ആളെ 100 അടി അടിച്ചു. ഉമർ ഉറപ്പിച്ചു അല്ലെങ്കിൽ അന്വേഷിച്ചറിഞ്ഞുറപ്പിച്ചു ആ കുറ്റം ചെയ്ത ആളെ നേരത്തെ ശിക്ഷിച്ചിട്ടുണ്ടായിരുന്നു എന്ന്. ഇത് ക്യാൻസലായിപ്പോയ ഒരു ഹദീസാണ് എന്ന് പറയുന്നു വിശദീകരണത്തിൽ. അത് വലിയൊരു കഥയാണ്. അതിനകത്ത് ഇങ്ങനെയാണ്, ഉമർ ഹംസയെ സക്കാത്ത് പിരിക്കാൻ വേണ്ടി വിട്ടു. ഹംസയുടെ മുമ്പിൽ ഒരാൾ അയാളുടെ ഭാര്യയുമായി തർക്കിച്ചുകൊണ്ട് നിൽക്കുന്നു. അപ്പോൾ അദ്ദേഹം അവളോട് പറഞ്ഞു, സക്കാത്ത് തരൂ, അടിമ പെൺകുട്ടിയുടെ മോൻ്റെ സക്കാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, നീ നിൻ്റെ മകൻ്റെ സമ്പത്തിൽ നിന്ന് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഹംസ ചോദിച്ചു, എന്താണ് കാര്യം? അപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഈ മനുഷ്യൻ എൻ്റെ ഭർത്താവാണ്, ഇയാൾ എൻ്റെ അടിമ പെൺകുട്ടിയുമായി വിവാഹേതര ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു, സിനയിൽ ഏർപ്പെട്ടു, എന്നിട്ടൊരു ആൺകുട്ടി ഉണ്ടായി. ആ സ്ത്രീ ആ കുട്ടിയെ സ്വതന്ത്രനാക്കി, അടിമയല്ല, അവരുടെ ഉമ്മയുടെ സ്വന്തത്തിൽ നിന്നുള്ള പൈസ കൊണ്ടാണ് ചെയ്തത്. ഈ കഥ കേട്ടപ്പോൾ ഹംസ ആ മനുഷ്യനോട് പറഞ്ഞു, നിന്നെ ഞാൻ ഈ ചെയ്ത തിന്മയ്ക്ക് പകരമായി കല്ലെറിയും എന്ന് പറഞ്ഞു. അപ്പോൾ ആളുകൾ പറഞ്ഞു, ആ കേസ് ഓൾറെഡി ഉമറിൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഖലീഫയുടെ അടുത്തേക്ക് എഴുത്തോ അല്ലെങ്കിൽ ആരെങ്കിലും റിപ്പോർട്ട് ചെയ്യാനോ പോയിണ്ടാവും. എന്നിട്ട് ഉമർ 100 അടിയും കൊടുത്തിട്ടുണ്ട്, പക്ഷേ കല്ലെറിയാൻ അദ്ദേഹം വിധിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കല്ലെറിയാന്ന് പറഞ്ഞാൽ കല്ലെറിഞ്ഞ് കൊല്ലുക എന്നാണ്. അത് തീരുമാനമാവുന്നത് വരെ ആരെങ്കിലും ഒരാൾ ഉറപ്പ് നിൽക്കണം, ഈ പറഞ്ഞ കാര്യം ശരിയാണോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഒരാൾ അതിന് ഗ്യാരണ്ടി ആയിട്ട് നിന്നു. അങ്ങനെ ഹംസ ഉമറിൻ്റെ അടുത്ത് വന്നു. ഉമർ അത് പറഞ്ഞത് ശരിയാണ് എന്ന് ഉറപ്പിച്ചു. അയാളെ ഞാൻ കല്ലെറിഞ്ഞില്ല, കാരണം അയാൾ ലൈംഗിക ബന്ധത്തിൽ അടിമ പെൺകുട്ടിയുമായി ഏർപ്പെടാനുള്ള കാരണം അയാൾ വിചാരിച്ചു അത് അടിമ സ്ത്രീ ആയതുകൊണ്ട് കുഴപ്പമില്ലായിരിക്കും, അല്ലെങ്കിൽ നിയമപരമായ അനുവദനീയമാണ് എന്ന് അയാൾ വിചാരിച്ചു. അപ്പോൾ അറിവില്ലായ്മ കൊണ്ടാണ് അയാൾ ആ ബന്ധത്തിൽ ഏർപ്പെട്ടത്. ഭാര്യയുടെ അടിമ സ്ത്രീയെയും ലൈംഗിക ബന്ധത്തിന് ഉപയോഗിക്കാം എന്നാണ് അയാൾ ഓർത്തത്. عن محمد بن حمزة بن عمرو الأسلمي عن أبيه أن عمر رضي الله عنه بعثه مصدقا فوقع رجل على جارية
امرأتي فأخذ حمزة من الرجل كفلاء حتى قدم على عمر وكان عمر قد جلده 100 جلدة فصدقهم وعذرهم بالجهالة. ജരീർ അൽ അഷ്അത്ത് ഇബ്നു മസ്ഊദിനോട് ചോദിച്ചു ഈ കാര്യത്തിനെ പറ്റി. ജരീർ അൽ അഷ്അത്ത് ഇബ്നു മസ്ഊദിനോട് ചോദിച്ചു മതത്തിൽ നിന്ന് പുറത്തു പോകുന്നവരുടെ കാര്യത്തിനെ പറ്റിയിട്ട്. അതായത് മുസ്ലിമാണ്, പിന്നീട് അമുസ്ലിം ആയി അയാൾ. എന്താണ് അവരുടെ കാര്യം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അവർ തൗബ ചെയ്യട്ടെ, അല്ലെങ്കിൽ പശ്ചാത്തപിക്കട്ടെ, എന്നിട്ട് അവരുടെ മേൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കട്ടെ. അവർ പശ്ചാത്തപിച്ച് അവരുടെ ബന്ധുക്കൾ അവർക്ക് മേലിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കട്ടെ. ഇതിൻ്റെ വിശദീകരണത്തിൽ പറയുന്നു, ഈ മുർത്തദ് അലി റിദ്ദ, മതത്തിൽ നിന്ന് പുറത്തു പോയവരെ പറ്റിയിട്ട് ഹാരിസ ബിൻ മദ്റബ് വിശദീകരിക്കുന്നു. ഞാൻ സുബഹി നിസ്കരിച്ചു അബ്ദുല്ലാ ബിൻ മസ്ഊദിനോടൊപ്പം. നമസ്കാരം കഴിഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് പറഞ്ഞു, ബനി ഹനീഫയുടെ പള്ളിയിലേക്ക് പോയിരുന്നു. അവിടുത്തെ മുഅദ്ദിൻ, ബാങ്ക് വിളിക്കുന്ന മുക്രി എന്ന് പറയുന്ന ആൾ അബ്ദുല്ലാബിന് അൻ നവാഹയുടെ മുഅദ്ദിനാണ്. അപ്പോൾ അയാളായിരിക്കും അവിടുത്തെ ഇമാമ്. പറയുന്നത് ഞാൻ കേട്ടു. മുസൈലമൽ കദ്ദാബ് എന്ന് പറയുന്ന അന്നത്തെ കാലത്തുണ്ടായിരുന്ന കള്ളപ്രവാചകനായിരുന്നു മുസൈലമ. നുണയനായ മുസൈലമ എന്ന റസൂലിൻ്റെ പേരാണ്. മുസൈലമ എന്നായിരുന്നു അയാളുടെ പേര്. മുസൈലമൽ കദ്ദാബ് എന്നായിരുന്നു റസൂൽ വിളിച്ചുകൊണ്ടിരുന്നത്. ഇയാൾ പറഞ്ഞു, ആ മുഅദ്ദിൻ പറഞ്ഞു അത്രേ, മുസൈലമ അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ മുർത്തദ്ദായി, മതത്തിൽ നിന്ന് പുറത്തുപോയി. ഇബ്നു മസ്ഊദ് ഇബ്നു അന്നവാഹയെ വിളിക്കാൻ വേണ്ടി ആളെ വിട്ടു. എന്നിട്ട് അവനെ വന്നപ്പോൾ കൊന്നു കളഞ്ഞു. എന്നിട്ട് സഹാബാക്കളെ വിളിച്ചുകൂട്ടി ഇബ്നു അന്നവാഹയുടെ പിന്തുടരുന്ന ആളുകൾ, അതായത് ആ പള്ളിയിലെ ആളുകളെ എന്ത് ചെയ്യണം എന്നതിനെ പറ്റിയിട്ട്. നേതാവിനെയാണ് ഈ വലിയ കുറ്റത്തിന് കൊന്നത്. അവർ 170 ആണുങ്ങളുണ്ടായിരുന്നു. അതായത് അത്രയധികം വീടുകളിൽ നിന്ന് വേണമെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ കൂട്ടാം. അദീബിന് ഹാത്തിം പറഞ്ഞു, എല്ലാവരെയും കൊല്ലണം. ജരീറും അൽ അഷ്അസും എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് പറഞ്ഞു, വേണ്ട, അവർ തൗബ ചെയ്യട്ടെ. അവരുടെ ഗോത്രത്തിലുള്ള ബാക്കിയുള്ളവർ അവർക്ക് വേണ്ടി ഉത്തരവാദിത്തപ്പെട്ട് നിൽക്കട്ടെ. അതായത് അവരിനി അത് ചെയ്യില്ല എന്ന് സാക്ഷ്യം വഹിച്ചിട്ട് ഗ്യാരണ്ടി ആയിട്ട് നിൽക്കുന്നത്. അങ്ങനെ അവർ തൗബ ചെയ്തു, അല്ലെങ്കിൽ പശ്ചാത്തപിച്ചു. അവരുടെ ഗോത്രം മുഴുവൻ അവർക്ക് വേണ്ടി ഗ്യാരണ്ടിയായി നിന്നു. وقال جرير والأشعث لعبد الله بن مسعود في المرتدين استتبهم فكفلهم فتابوا وكفلهم. അഷാഇറുഹും ഹമ്മാദിൻ്റെ അഭിപ്രായത്തിൽ ആരെങ്കിലും ഒരാൾക്ക് വേണ്ടി ഗ്യാരണ്ടി ആയിട്ട് നിൽക്കുകയാണ്, ദൈവൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞാൽ, എന്നിട്ട് ആ മനുഷ്യൻ മരിച്ചുപോയി. അപ്പോൾ പാവിയായ മനുഷ്യൻ, അല്ലെങ്കിൽ തെറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയാണോ ഗ്യാരണ്ടി നിൽക്കുന്ന അയാൾ മരിച്ചുപോയി. അപ്പോൾ ആ ഗ്യാരണ്ടി നിന്ന ആൾ ആ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിവാക്കപ്പെടുന്നതാണ്. കാരണം അയാൾ മരിച്ചുപോയി, ഇനിയിപ്പോൾ ഗ്യാരണ്ടി നിൽക്കേണ്ട ആവശ്യമില്ല. അൽ ഹക്കമിൻ്റെ അഭിപ്രായത്തിൽ അവൻ്റെ ഉത്തരവാദിത്തം വീണ്ടും തുടരുന്നതാണ്. വഖാല ഹമ്മാദുൻ ഇദാ തകഫല ബിനഫ്സിൻ ഫമാത ഫലാ ശൈഅ അലൈഹി വഖാല അൽ ഹകം യദ്മൻ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു ഇസ്രായേലി മനുഷ്യൻ, ബനി ഇസ്രായേലിൽപ്പെട്ട യഹൂദിയായ ഒരു മനുഷ്യൻ മറ്റൊരു ഇസ്രായേലിയോട് ചോദിച്ചു 1000 ദീനാർ കടം കൊടുക്കാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തവൻ സാക്ഷിയെ ചോദിച്ചു. ആദ്യത്തവൻ പറഞ്ഞു, അള്ളാഹു മതി എന്ന് പറഞ്ഞു സാക്ഷിയായിട്ട്. അപ്പോൾ രണ്ടാമൻ പറഞ്ഞു, എനിക്കൊരു ഉറപ്പ് വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ ആൾ പറഞ്ഞു, ഉറപ്പായിട്ട് അള്ളാഹു മതി എന്ന് പറഞ്ഞു. രണ്ടാമൻ പറഞ്ഞു, ശരിയാണ് നീ പറഞ്ഞത്. അങ്ങനെ അയാൾക്ക് പൈസ കൊടുത്തു. ഒരു പ്രത്യേക കാലഘട്ടത്തിന് വേണ്ടിയിട്ട് പറഞ്ഞിട്ടാണ് കൊടുത്തത്. പൈസയൊക്കെ വാങ്ങിച്ച് കടക്കാരൻ ഒരു കടൽ യാത്രയ്ക്ക് പോയി. ഒരു കച്ചവടം എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, ദൂരേക്ക് പോയി. അങ്ങനെ അയാളുടെ പണിയൊക്കെ കഴിഞ്ഞു, കച്ചവടമൊക്കെ കഴിഞ്ഞു, അല്ലെങ്കിൽ പോയ പണി കഴിഞ്ഞപ്പോൾ അയാൾ തിരിച്ചു വരാനുള്ള മാർഗം അന്വേഷിച്ചു. അപ്പോൾ തിരിച്ചു വരുന്ന കപ്പലുകളുണ്ടോ എന്ന് അന്വേഷിച്ചു. കാരണം പറഞ്ഞ സമയത്തിന് ഇവിടെ വന്ന് പൈസ കൊടുക്കണം, കടം. പക്ഷെ ആൾക്ക് സമയത്തിന് എത്താൻ പറ്റുന്ന കപ്പലുകളൊന്നും കണ്ടു കിട്ടിയില്ല, അല്ലെങ്കിൽ യാത്രാ മാർഗമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അയാൾ ഒരു മരത്തടി ഇങ്ങോട്ട് എടുത്തു, അതിനകത്തൊരു തുളയുണ്ടാക്കി, അതിനകത്ത് 1000 ദീനാർ ഇട്ടു. എന്നിട്ട് അതിനകത്തൊരു എഴുത്തും എഴുതി കടക്കാരന് വേണ്ടിയിട്ട്. എന്നിട്ട് അത് അടച്ചു വെച്ചു. എന്നിട്ട് അത് സീൽ ചെയ്തു, വെള്ളം കയറാത്ത രീതിയിലൊക്കെ. എന്നിട്ട് ആ മരക്കഷ്ണം കടലിൻ്റെ അടുത്തേക്ക് എടുത്തുകൊണ്ട് പോയി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവേ, നിനക്ക് നന്നായി അറിയാം ഞാൻ ഈ കടം 1000 ദീനാർ ഇന്ന ആളിൽ നിന്നും മേടിച്ചു എന്ന്. അവൻ എന്നോട് അന്ന് ഒരു ഉറപ്പ് ചോദിച്ചിരുന്നു. ഞാൻ പക്ഷേ അള്ളാഹുവെ നിന്റെ പേരാണ് ഉറപ്പായി കൊടുത്തത്. അവൻ നിന്നെ വിശ്വസിച്ചു, നിന്നെ ഉറപ്പായി എടുക്കുകയും ചെയ്തു. അത് നീയാണ് ഗ്യാരണ്ടി. അവൻ പിന്നെ
ഒരു സാക്ഷിയെ ചോദിച്ചു. അതിനും അള്ളാഹുവെ, ഞാൻ നിന്റെ പേരാണ് സാക്ഷിയായി പറഞ്ഞത്. സംശയമില്ല, ഞാൻ ഒരുപാട് ശ്രമിച്ചു തിരിച്ചു പോവാൻ വേണ്ടിയിട്ട്. പക്ഷെ എനിക്ക് സമയത്ത് പറഞ്ഞ രീതിയിൽ പൈസ കൊടുക്കാൻ പറ്റും എന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഈ പൈസ ഞാൻ നിനക്ക് തരികയാണ്, നിനക്ക് കൈമാറുന്നു. അത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ തടിക്കഷ്ണം കടലിലേക്ക് എറിഞ്ഞു. അത് നോക്കി കുറേ കടലിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത് വരെ കാത്തിരുന്നു. എന്നിട്ട് അദ്ദേഹം തിരിച്ചുപോയി. എന്നിട്ട് അദ്ദേഹം തിരിച്ചു പോകാനുള്ള വഴി അന്വേഷിച്ചുകൊണ്ടിരുന്നു, കപ്പലുകളും കാര്യങ്ങളൊക്കെ, കടക്കാരൻ്റെ രാജ്യത്ത് തിരിച്ചു പോകാൻ വേണ്ടി. അങ്ങനെ കടം കൊടുത്തയാൾ ഒരിക്കൽ പുറത്തേക്ക് വന്നു, വീട്ടിൽ നിന്ന് വന്നിട്ട് കപ്പൽ വല്ലതും വരുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. കാരണം അയാൾക്ക് 1000 ദിനാർ എന്നൊക്കെ പറഞ്ഞാൽ 1000 സ്വർണ്ണനാണയമാണ്, അത് കിട്ടാനുള്ളതാണ്. അപ്പോൾ ആളും കാത്തു കെട്ടിയിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് വന്ന് കപ്പലുണ്ടോ എന്ന് നോക്കുന്നു. പെട്ടെന്ന് അവിടെ നോക്കുമ്പോൾ ഒരു മരക്കഷ്ണം കിടക്കുന്നു. അതിനകത്തായിരുന്നു അയാൾക്കുള്ള പൈസ ഉണ്ടായിരുന്നത്. ആ ആൾ ആ തടിക്കഷ്ണം ഒരു വിറക് ആയിട്ട് എടുത്തുകൊണ്ട് പോയി തീ കത്തിക്കാൻ വേണ്ടിയിട്ട്. അത് മുറിച്ചു അല്ലെങ്കിൽ അറുത്തു. അപ്പോൾ അതിനകത്ത് പൈസ കണ്ടു, ഒരെഴുത്തും അതിനകത്തുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കടക്കാരൻ 1000 ദിനാറുമായിട്ട് വന്നു. കാരണം ആൾക്ക് ഉറപ്പില്ല ഈ പൈസ ഇവിടെ എത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. എന്നിട്ട് പറഞ്ഞു, അള്ളാഹുവാണ്, ഞാൻ തിരിച്ച് സമയത്തിന് വന്ന് നിൻ്റെ പൈസ തരണം എന്ന് ഒരുപാട് ആഗ്രഹിച്ചു, പക്ഷെ എനിക്ക് പറ്റിയില്ല. എനിക്ക് നേരത്തെ വരാൻ പറ്റുന്ന ഒരു യാത്രാമാർഗവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കടക്കാരൻ ചോദിച്ചു, നീ എനിക്ക് എന്തെങ്കിലും അയച്ചിട്ടുണ്ടായിരുന്നോ? അപ്പോൾ കടം മേടിച്ച ആൾ പറയണേ, ഞാൻ നിന്നോട് പറഞ്ഞല്ലോ എനിക്ക് നേരത്തെ വരാൻ ബോട്ടൊന്നും ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ കപ്പൽ അല്ലെങ്കിൽ നൗക ഉണ്ടായിരുന്നില്ല. അപ്പോൾ കടം കൊടുത്ത ആൾ പറഞ്ഞു, അല്ലല്ല, നിനക്ക് പകരമായിട്ട് അള്ളാഹു ആ പൈസ എനിക്ക് ഒരു മരക്കഷ്ണത്തിൽ തന്നു. അതുകൊണ്ട് നീ നിൻ്റെ ഈ 1000 ദിനാറ് കയ്യിൽ വെച്ചോ, എന്നിട്ട് നീ പോക്കോ, നേർമാർഗത്തിൽ ആയിരിക്കട്ടെ എന്നും പറഞ്ഞു. നമ്മളതൊക്കെ പല പ്രാവശ്യം ഉസ്താദന്മാരെ പ്രസംഗത്തിൽ കേട്ടിട്ടുണ്ടാവും, കേട്ട് ബോറടിച്ച കഥ. പക്ഷേ ഇതിലേക്കുള്ള ആത്മാർത്ഥത അല്ലെങ്കിൽ സത്യസന്ധത എന്ന് പറഞ്ഞാൽ രണ്ടുപേരും അള്ളാഹുവിൽ വിശ്വസിക്കുന്ന അങ്ങേയറ്റം, നമ്മളെപ്പോലെയൊന്നുമല്ല, നമ്മളൊന്നുമല്ല, രണ്ടുപേരും അള്ളാഹുവിനെ നേരിട്ട് കാണുന്നത് പോലെ വിശ്വസിക്കുന്ന രണ്ട് മനുഷ്യരായിരുന്നു എന്ന് വേണം അതിൽ നിന്ന് മനസ്സിലാക്കാൻ. അള്ളാഹു അവർ കടം കൊടുത്തതിനും വാങ്ങിച്ചതിനും സാക്ഷിയാണ് എന്ന് രണ്ടുപേരും പൂർണ്ണമായും വിശ്വസിച്ചിരുന്നു. നമുക്കൊന്നും അത്ര നിലയിലേക്ക് എത്താൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് അള്ളാഹു ആ മനുഷ്യനെ സഹായിച്ചത്, ആ തടിക്കഷ്ണം ഇവിടെ കൊണ്ടുവന്ന് സമയത്തിന് എത്തിച്ചു കൊടുത്തത്. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ദക്കറ റജുലൻ മിൻ ബനി ഇസ്രായീല സഅല ബഅദ ബനി ഇസ്രായീല അൻ യുസ്ലിഫഹു അൽഫ ദീനാറിൻ ഫഖാല ഇഅ്തിനി ബിശുഹദാഇ ഉശ്ഹിദുഹും ഫഖാല കഫാ ബില്ലാഹി ഷഹീദ ഖാല ഫഅ്തിനി ബിൽകഫീലി ഖാല കഫാ ബില്ലാഹി കഫീല ഖാല സ്വദഖത ഫദഫാഹ ഇലൈഹി ഇലാ അജലിൻ മുസമ്മ فخرج في البحر فقضى حاجته ثم التمس مركبا يركبها يقدم عليه للأجل الذي أجله فلم يجد مركبا فأخذ خشبة فنقرها فأدخل فيها 1000 دينار وصحيفة منه إلى صاحبه ثم زج موضعها ثم أتى بها إلى البحر فقال اللهم إنك تعلم أني كنت تسلفت فلانا 1000 دينار فسألني كفيلا فقلت كفى بالله كفيلا فرضي بك وسألني شهيدا فقلت كفى بالله شهيدا فرضي بذلك وإني جهدت أن أجد مركبا أبعث إليه الذي له فلم أقدر وإني أستودعكها فرمى بها في البحر حتى ولجت فيه ثم انصرف وهو في ذلك يلتمس مركبا يخرج إلى بلده فخرج الرجل الذي كان أسلفه ينظر لعل مركبا قد جاء بماله فإذا بالخشبة الطي فيها المال فأخذها لأهله حطبا فلما نشرها وجد المال والصحيفة ثم قدم الذي كان أسلفه فأتى ب1000 دينار فقال والله ما زلت جاهدا في طلب مركب لآتيك بمالك فما وجدت مركبا قبل الذي أتيت فيه قال هل كنت بعثت إلي بشيء قال أخبرك أني لم أجد مركبا قبل الذي جئت فيه قال فإن الله قد أدى عنك الذي بعثت الخشبة وانصرف ب1000 دينار راشدا അള്ളാഹ് ജല്ല ജലാലിൻ്റെ വചനം ആരോടൊക്കെയാണോ നീ സഹോദര്യത്തിൻ്റെ സത്യപ്രതിജ്ഞ അല്ലെങ്കിൽ
സത്യം ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ വാക്ക് കൊടുത്തിരിക്കുന്ന അവർക്കെല്ലാം അവർ അർഹിക്കുന്ന ഭാഗം വസീയത്തിൽ കൊടുക്കുക, അല്ലെങ്കിൽ വിൽപത്രം എന്നൊക്കെ പറയും, അതിൽ എഴുതി വയ്ക്കുക എന്ന് പറയുന്നു. 4-ാമത്തെ സൂറത്ത് 33-ാമത്തെ ആയത്ത്. ഖൗലില്ലാഹി അസ്സ വജല്ല വല്ലദീന ഖദത് അയ്മാനുകും ഫആതൂഹും നസീബഹും അൻ-നിസാ 33. സയ്യിദ് ഇബ്നു ജുബൈർ വിശദീകരിക്കുന്നു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറഞ്ഞതായിട്ട് ഈ ആയത്തിൽ എല്ലാവർക്കും വേണ്ടിയിട്ട് എല്ലാവർക്കും അനന്തരാവകാശികളെ നിയമിച്ചിരിക്കുന്നു അല്ലെങ്കിൽ സ്ഥാപിച്ചിരിക്കുന്നു. അതായത് നമ്മുടെ മക്കൾ എന്നൊക്കെ പറഞ്ഞാൽ അള്ളാഹ് നിയമിച്ചു വെച്ചേക്കണെയാണ്. 4-ാമത്തെ സൂറത്ത് 33-ാമത്തെ ആയത്ത് തൊട്ട് മുമ്പിൽ കണ്ട ആയത്ത് തന്നെയാണ്. ആ ആയത്തിനെ സംബന്ധിച്ച് ആരോടൊക്കെയാണോ നിങ്ങൾക്ക് സത്യം അതല്ലെങ്കിൽ ഉറപ്പ് കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ളത്, ഇബ്നു അബ്ബാസ് പറയുന്നു മുഹാജിരീങ്ങൾ, അതായത് മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ പോയ അല്ലെങ്കിൽ നാട് വീട് ഉപേക്ഷിച്ചു പോയ അഭയാർത്ഥികൾ, അതാണ് ശരിക്കുള്ള മലയാളം വാക്ക്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുത്തേക്ക് അൽ മദീനയിൽ അവർ ചെന്നു. അപ്പോൾ ആ മുഹാജിറുകൾ അല്ലെങ്കിൽ മക്കവാസികളായ അഭയാർത്ഥികൾ അവർ അൻസാരികളുടെ സമ്പത്ത് അധികാരപ്പെടുന്നതായിട്ട് കാണുന്നു. അതായത് അവിടെ ഇസ്ലാമിക സാഹോദര്യം കഴിഞ്ഞ വാല്യത്തിൽ ഇതിനെപ്പറ്റി ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ ഇസ്ലാമിക സാഹോദര്യം ഉഖുവത്തുൽ ഇസ്ലാമിയ, അതനുസരിച്ചിട്ട് അവർ സഹോദരന്മാരായി പല സഹാബികളെ ജോഡികളാക്കി. അതായത് ഒരു മക്ക സഹാബി ഒരു മദീന സഹാബിയായിട്ട് ജോഡിയാവുന്നു. അപ്പോൾ മദീന സഹാബി ആളുടെ കയ്യിലുള്ള പകുതി സ്വത്ത് മക്ക സഹാബിക്ക് കൊടുക്കുന്നു. അങ്ങനെയുള്ള അതായത് സമ്പത്തിൽ അവർക്ക് ഇസ്ലാമിക സാഹോദര്യത്തിലൂടെ മറ്റൊരാളുടെ സമ്പത്തിൽ അധികാരം വരുന്ന ഒരു അവസ്ഥ തന്നെയാണ് പറയുന്നത്. കാരണം റസൂൽ നേരിട്ട് കൊടുത്ത ഉത്തരവാണ്. അതവിടെ മാത്രമായിരിക്കും ബാധകം ഉള്ളൂ. നമുക്കൊക്കെ വേണമെങ്കിൽ പക്ഷേ നമ്മുടെ സഹോദരൻ എന്നുള്ള നിലയിൽ മുസ്ലിമിന് സമ്പത്ത് കൊടുക്കാവുന്നതാണ്, പക്ഷെ അത് നിർബന്ധമല്ല. അത് മാത്രമല്ല, അൻസാരികളുടെ ബന്ധുക്കൾ അവരെ കൈവശാവകാശത്തിൽ പ്രത്യേകിച്ച് അധികാരമൊന്നും ഇല്ല. ഈ ഇസ്ലാമിക സാഹോദര്യം കാരണമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കിടയിൽ സ്ഥാപിച്ചതാണ്. അതായത് മുഹാജിറുകളും അൻസാറുകളും തമ്മിൽ. അങ്ങനെ ആയത്ത് വന്നു, എല്ലാവർക്കും അവർ നിയമിച്ച പിന്തുടർച്ചക്കാരിലും അല്ലെങ്കിൽ അവകാശികളിലും. 4-ാമത്തെ സൂറത്ത് 33-ാമത്തെ ആയത്ത്. ആ ആയത്ത് അപ്പോൾ ഇറങ്ങി. അത് സാഹോദര്യത്തിൻ്റെ സ്വത്ത് അവകാശം ക്യാൻസൽ ചെയ്യുന്നതായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ആ ആയത്ത് നീ ആരൊക്കെയായിട്ടാണോ സാഹോദര്യത്തിൻ്റെ സത്യം ചെയ്തിരിക്കുന്നത് അത് തുടരുന്നതായിരിക്കും. നിങ്ങൾ തമ്മിലുള്ള പരസ്പര സഹകരണവും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഉപദേശങ്ങളും അനുസരിച്ചിട്ട് അതിൽ ശരിയായ എന്നൊക്കെ നിലവിലുള്ള അല്ലെങ്കിൽ പണ്ടുണ്ടായിരുന്ന പാരമ്പര്യാവകാശ നിയമങ്ങളെ ഒഴിവാക്കിയിരുന്നു. അതിൽ അനുവാദം ഉണ്ടായിരുന്നു ആരെങ്കിലും ഒരാളുടെ സത്യപ്രതിജ്ഞ അല്ലെങ്കിൽ അയാളുടെ ഇഷ്ടം അതല്ലെങ്കിൽ വിൽപത്രത്തിനെ ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയിട്ട് അത് മറ്റൊരാളുടെ സ്വത്തിനെ കൈവശപ്പെടുത്തുന്നതിന് മുമ്പ്. عن سعيد بن جبير عن ابن عباس رضي الله عنهما ولكل جعلنا مواليا قال ورثة والذين عقدت أيمانكم ألا كان المهاجرون لما قدموا على النبي صلى الله عليه وسلم المدينة ورث المهاجر والأنصارية دون ذوي رحمه لأخوة التي آخى النبي صلى الله عليه وسلم بينهم فلما نزلت ولكل جعلنا مواليا نسخت ثم قال الذين عقدت أيمانكم إلا النصر والرفادة والنصيحة وقد ذهب الميراث ويوصح له. അള്ളാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു. നിങ്ങളിത് കാണുക, ഖുർആൻ പഠിക്കുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബാറക്കല്ലാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.